ആദർശ് നയനോട് പറയുന്നുണ്ട്, അന്നികയുടെ വീട്ടില് ഞാൻ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതെന്തായാലും മറ്റാരും അറിഞ്ഞിട്ടില്ല. അതിലൂടെ സത്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കും. അവനാണെങ്കിലോ ഇപ്പൊ അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ആ അബി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെന്നപ്പോൾ അവനെ അവിടെ കണ്ടതാ. എന്നിട്ട് അവൻ തകിടം പറയാ. ചോദിച്ചപ്പോ ആദർശായിട്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഉരുണ്ട് കളിച്ചു. എന്നെ കുറെയൊക്കെ അപവാദം പറഞ്ഞു. ഞാൻ അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് ആദർശ് പറയാണ്. നയന പറയുന്നുണ്ട്, അന്ന് തന്നെ കണ്ടില്ലേ, ഞാനത് പറഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ എത്ര രൂപ ആദർശത്തിന് അവൻ അടിച്ചു മാറ്റിയനെ. എങ്കിലും നീ ഇത് പറയണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ അമ്മ എന്നോട് പിണങ്ങിയത്. അമ്മയ്ക്കിപ്പോ എന്നോട് ഭയങ്കര ദേഷ്യ. ഞാൻ ചെയ്തു എന്നാ അമ്മ വിശ്വസിക്കുന്നത്. ഇത്രയും കാലം അമ്മ പൊന്നാരിച്ചു വളർത്തിയ മോനല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നിയല്ലോ എന്നും പറഞ്ഞ് ആദർശ് സങ്കടപ്പെടുന്നുണ്ട്. നയന പറയാണ്, സാറില്ല ആദർശേട്ടാ, ഇതൊക്കെ ഈ ഒരു സമയത്തിന്റെ ദോഷ. ആദർശിനിപ്പോ നല്ല ദോഷ സമയ, അതുകൊണ്ടാ. എന്തായാലും അഭിയാണിതിന്റെ പിന്നിലെങ്കിൽ അവന്റെ പ്ലാനിങ് പക്കായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും അവനെ ഒരു ചീട്ടൂട്ടാരം പണിയട്ടെ. അതിന്റെ മുകളിൽ അവൻ എത്തുമ്പോഴേ നമുക്ക് ഓടിച്ച് താഴെ ഇടാം. അവനെ പൊളിഞ്ഞ് താഴെ പൊക്കോളും. ഇതിന്റെ പിന്നില് അവനാണെന്ന് എനിക്ക് ഉറപ്പാ. അതെന്തായാലും പുറത്തു വരും. അവന്റെ കാര്യം അതോ ഗതിയാവുകയും ചെയ്യും. അതുകൊണ്ട് ആദർശേട്ടന് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അമ്മയും അപ്പോൾ എല്ലാം മനസ്സിലായിക്കോളും. എന്തായാലും കിരണയുടെ DNA ടെസ്റ്റ് എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതിന്റെ റിസൾട്ട് വരട്ടെ. വരുന്നതോടുകൂടി എല്ലാവരും അന്തം വിടും. അല്ലെങ്കിൽ ആദർശേട്ടൻ കണ്ടോ എന്ന് പറയാണ്. അത് എത്രയും പെട്ടെന്ന് ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഒന്ന് ആശ്വാസമാവുമല്ലോ. നിന്നെയെങ്കിലും എനിക്ക് വിശ്വസിപ്പിക്കാലോ. ആദർശേട്ടാ, എനിക്ക് ആദർശിന്റെ പൂർണ്ണ വിശ്വാസമാണ്. ആദർശൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതല്ലടി ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സിലാണേലും ചെറിയ കറയുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നെക്കുറിച്ച് കുറച്ചേലും സംശയമുണ്ടോന്ന് എനിക്ക് പേടിയാ. അത് മാറി കിട്ടുമല്ലോ. പിന്നെ എൻ്റെ അമ്മയുടെ മുമ്പിലും എനിക്ക് തെളിയിക്കണം ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഈ വീട്ടുകാരുടെ മുമ്പിലും എനിക്ക് തെളിയിക്കണം. മറ്റാരുടെ മുമ്പിലും തെളിയിച്ചില്ലെങ്കിലും ഞാൻ നിരപരാധിയാണെന്ന് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കണമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പച്ചിയും ചെറിയമ്മയെല്ലാം ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താണ്. എല്ലാവരും നോട്ടം കാണുമ്പോഴേ ഞാൻ ഉരുകി വീണു പോവാ. ആറ് മുമ്പിലോട്ട് നടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ആദർശേട്ടാ, അങ്ങനെ കരുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാരും മനഃപൂർവ്വമായിട്ട് ആദർശേട്ടനെ കരുവാക്കാൻ ശ്രമിക്കുക. അപ്പച്ചയ്ക്ക് ഇപ്പോ ഇത് കിട്ടിയൊരു ഗോൾഡൻ ചാൻസ് അല്ലേ. ഇത്രയും കാലം അബി എല്ലാരും കുറ്റപ്പെടുത്തി. ആ സ്ഥാനത്ത് ഇപ്പം ആദർശേട്ടൻ ഇങ്ങനെ പറയുമ്പോഴേ അവർക്കൊക്കെ നല്ല സുഖമുണ്ട്. അതുകൊണ്ടാ അങ്ങനെ. ആദർശേട്ടൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, സമാധാനമായിട്ട് ജോലിക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും തിരിച്ചു വരുമ്പോ ഞാൻ അനഘയടുത്ത് കയറുന്നുണ്ട്. അവിടെ കയറിയിട്ട് CCTV ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, എന്തായാലും ആദർശേട്ടനൊന്ന് ശ്രദ്ധിച്ചോണം. എവിടുന്ന് എപ്പോഴാ പണി വരുന്നെന്ന് പറയാൻ പറ്റില്ല. ആരാണോ ആദർശനെ കുടുക്കിയത് അയാൾ ആദർശന്റെ പിന്നാലെ തന്നെ കാണും. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം, നല്ലതാ. ഞാൻ എന്തായാലും പകലവിടെ പോകുന്നുണ്ട്. കുട്ടിയെ കൊണ്ട് ഒന്ന് അനഘയെ കാണിക്കണം. അവക്കിപ്പോ ഒന്നും കാണാൻ കഴിയില്ലെങ്കിലും സ്വന്തം മോളെ കാണാൻ ആഗ്രഹം കാണുമല്ലോ. അവളാണെങ്കിലും ചന്തുമോളും എപ്പോഴും അനഘയെ കാണുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരൊന്ന് കാണിച്ചിട്ട് വരാം എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോവാണ്. നയന ഒന്ന് ലീവ് എടുക്കുന്നുണ്ട്. ദേവേനെ ചോദിക്കുന്ന നയനോട്, അല്ല നയന, നീ എന്താ ലീവ് എടുത്തേ? നിനക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നോ? അത് പിന്നെ അമ്മേ, ആ അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഈ മോളെ ഒന്ന് കാണിക്കണം. ശബ്ദമൊക്കെ അമ്മയെ കാണുമെന്ന് പറഞ്ഞിരിക്കാം. ആ കുട്ടിയും കോമാ സ്റ്റേജിൽ കിടക്കല്ലേ. എങ്കിലും നമ്മളെ പറഞ്ഞൊക്കെ തിരിച്ചറിയാൻ പറ്റും. അപ്പോ മോളെ കാണുന്നൊരാഗ്രഹം അവർക്കും കാണില്ലേ? പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേവേനെ ചോദിക്കുന്നുണ്ട്. നിനക്കെന്ന് നയന വല്ല വട്ടുകൊണ്ടോ? ഇതേ ആരാ നിനക്കറിയോ? നിന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞ. അതായത് നിനക്ക് പാരട്ട ഇവള് വന്നിരിക്കുന്നേ. എന്നിട്ട് പോലും നിനക്ക് അതുകൊണ്ട് ഒരു ദേഷ്യവും തോന്നില്ലേ? അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ആദർശേട്ടനെ അറിയാം, എനിക്ക് വിശ്വാസമുണ്ട്. ദേവേനി പറയുന്നുണ്ട്, അവനെ പ്രസവിച്ച അവന്റെ അമ്മയാണ് ഞാൻ. എനിക്ക് പോലും അവനിൽ വിശ്വാസമില്ല. ഏകദേശം 5 വയസ്സുണ്ട് ഈ കുട്ടിക്ക്. അപ്പോ 6 വർഷമായി ഇവന്റെ അമ്മയുമായിട്ടുള്ള അവന്റെ ബന്ധം തുടങ്ങിയിട്ട്. എല്ലാരെയും പറ്റിച്ചുകൊണ്ടായിരുന്നു അവൻ ഇത്രയും കാലം ജീവിച്ചത്. മുത്തശ്ശിയും എന്നെയും നിന്നെയും എല്ലാരും അവൻ പറ്റിച്ചു. നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഒരിക്കലും ആദർശേട്ടൻ ആരും ചതച്ചിട്ടില്ല. ഇത് ആദർശേട്ടനെ ആരും ചതിച്ചതാ. ആദർശൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് പറയുന്നത്. അതല്ല, ആദർശന് തെറ്റിയെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിലേ ഞാൻ ഒരിക്കലും ഈ കുട്ടിയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മനസ്സുകൊണ്ടാണെങ്കിൽ പോലും ഈ കുട്ടിയെ ഞാൻ വെറുത്തു പോയനെ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനൊന്നുമില്ല. ഇത് എന്തായാലും ആദർശന്റെ കുട്ടിയിലെന്ന് എനിക്ക് ഉറപ്പാ.
പക്ഷെങ്കിൽ ഞാൻ എൻ്റെ മോളായിട്ട് ഇവള് ദത്തെടുത്ത് കഴിഞ്ഞു. എൻ്റെ ആദ്യത്തെ മോള് ഇവള് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും നീ ഒന്നും അനുസരിക്കില്ലല്ലോ. ഇവളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തിരിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നിനക്ക് ആ പോസ്റ്റ് നൽകിയത് ഞാനാ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഡിസൈൻ ചെയ്യാൻ പൊക്കോണം. അല്ലാതെ ഇവളെ നോക്കി ഇവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നയന് പറയുന്നുണ്ട്, ഇത്രയും കാലം ഓഫീസിലേക്ക് പോകുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. അമ്മ ഇവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഞാൻ കൂടി പോയി കഴിഞ്ഞാല് ഇവളെ ആര് നോക്കും? മുത്തശ്ശിന്റെ അടുത്ത് ഇവൾക്ക് എത്ര നേരം ഇരിക്കാൻ സാധിക്കും? ഇവളുടെ ആഹാരം, ഇവളെ കുളിപ്പിക്കുന്ന കാര്യം എല്ലാം നോക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല. എന്താ പറഞ്ഞേ? നീ പോകുന്നില്ലെന്നോ? ഇവക്ക് വേണ്ടി ഇപ്പൊ നിന്റെ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കാനാണോ നിന്റെ തീരുമാനം? അല്ലമ്മേ, ബാക്കി സമയത്തെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഡിസൈൻ ചെയ്യും, ബാക്കി കാര്യമെല്ലാം നോക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ ഇവക്ക് വേണ്ടി ജോലി രാജിവെക്കാൻ പോവാണോ? അതല്ലമ്മേ, ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഈ കുട്ടിയെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അമ്മേനെ ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ലല്ലോ. അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടിയാ. അച്ഛൻ ആരാന്ന് പോലും ഇവക്ക് അറിയില്ല. ആ സന്ദർഭത്തിൽ ഈ മോളെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. എൻ്റെ മനസ്സ് അതിനനുവദിക്കുന്നില്ല. ഇത്രയും കാലം അമ്മ ഇവളെ സ്നേഹിച്ചുകൊണ്ടിരുന്നല്ലേ പെട്ടെന്നല്ലേ അമ്മയുടെ മനസ്സിലേക്ക് വെറുപ്പ് വന്നത്. പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ വെറുക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പൊ തൽക്കാലം ഓഫീസിലേക്ക് പോകുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് പോയി ഇവളെ ഒന്ന് അനഘനെ കാണിക്കണം. അത് കഴിഞ്ഞ് ഞാൻ തിരികെ വരും എന്ന് പറയുന്നുണ്ട്. നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. നീ അന്ധമായിട്ട് ആദർശിനെ വിശ്വസിച്ചിരിക്ക. അതുകൊണ്ട് അവൻ എളുപ്പമായി. നിന്നെ ഇപ്പൊ പറഞ്ഞു പറ്റിക്കാനൊക്കെ അവൻ എളുപ്പമാണല്ലോ. നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് അവന്റെ ഭാഗ്യ. അതുകൊണ്ട് അവൻ ഇപ്പോൾ ഇങ്ങനെ സൂചിച്ച് നടക്കുന്നത്. അവനതുകൊണ്ട് യാതൊരു കുറ്റബോധവും ഇല്ല. എല്ലാവരും മുമ്പിലത്തെ ധൈര്യമായിട്ടാ അവൻ ഏറ്റു പറഞ്ഞത് അവന്റെ കുട്ടിയാണെന്ന്. അവനറിയാം നീ അവനെ ഇട്ടിട്ട് പോവില്ലെന്ന്. അതുകൊണ്ട് അവനൊരു വിശ്വാസമുണ്ട് എന്ന് ദേവയാനി പറയുന്നുണ്ട്. നയന് പറയാണ്, അതല്ലമ്മേ, ആദർശേട്ടൻ ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. പ്രഷർ കൂടിയിട്ട് വരെ ഹോസ്പിറ്റലായി. അതെല്ലാം കാരണം ഞാൻ എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. പക്ഷേങ്കിൽ എത്രയും പെട്ടെന്ന് ഇവളുടെ അച്ഛൻ ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണോ ഇതിന്റെ പിന്നില്, അയാൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തായാലും സത്യം ഒരുപാട് കാലം മൂടിയേക്കാൻ പറ്റില്ലല്ലോ എന്ന് നായന പറയുന്നുണ്ട്. അങ്ങനെ നായന ഉച്ചയ്ക്ക് അനഘനെ കാണിക്കാനായിട്ട് ചന്തുമോളയും കൊണ്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് പതിവ് പോലെ അവളെ കാണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനഘയ്ക്കാണെങ്കിലും കുഞ്ഞിനെ കാണാൻ സാധിക്കുന്ന ഇങ്ങനെ അറിയാമല്ലോ, മനസ്സുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മോള് സന്തോഷത്തിലാണ് കഴിയുന്ന അറിയുമ്പം അങ്ങനെ കുഞ്ഞും അവളെ കെട്ടിപ്പിടിക്കുക ഉമ്മയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നയന തിരികെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് ആ റൗഡികള് വിളിച്ച് അബിയോട് പറയുന്നുണ്ട്. അബി ചെക്ക് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം സമയമാകുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് അനഘയുടെ വീട്ടിലേക്ക് കയറി പോവാണ് കേട്ടോ. ദേവിയാനാണെങ്കിൽ പർച്ചേസിനായിട്ട് പുറത്തേക്ക് പോയതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് കയറി പോകുന്നത് കാണുന്നത്. ഇത് കാണുമ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേവയാനി അവിടെ വണ്ടി നിർത്തിയിട്ട് നേരെ അനഘയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ആദർശ് എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് ആരെങ്കിലുമൊക്കെ വിസിറ്റിങ്ങിന് വന്നായിരുന്നോ? അത് പിന്നെ നയനമ്മയുടെ മാത്രമേ വന്നുള്ളൂ, വേറെ ആരും വന്നില്ല. നയനമ്മയുടെ കുഞ്ഞിനെ കാണിച്ചിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അല്ല ആ CCTV ഫുട്ടേജസ് അതിനെയൊക്കെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറയണ്ട, എനിക്കിത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ CCTV ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുട്ടേജസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ദേവേനെ കയറി വരുന്നത്. ഡാ എന്നും വിളിച്ച് അലറിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ദേവേനെ കണ്ടപാടെ ആദർശ് ചാടി എഴുന്നേക്കുന്നുണ്ട്. അപ്പോഴേക്കും കയറിയിട്ട് ആദർശിനെ കർണക്കുറ്റിക്കിട്ട് ഒരു ഒറ്റടി ചുരുക്കം കേട്ടോ നമ്മുടെ ദേവയാനി. നാണം കിട്ടവനെ, നീ ഇത്രയ്ക്ക് അഴപത്തിച്ചു പോയെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. നിന്റെ ഭാര്യ നിനക്ക് സപ്പോർട്ടാണെന്ന് കരുതി എന്ന് തോന്നിയാസം കാണിക്കാവോ? നിന്റെ അമ്മയെന്ന് പറഞ്ഞ നിർത്തി ജീവനോടുണ്ട്. അതുകൊണ്ട് നിന്റെ അഴിഞ്ഞാട്ടത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവളെ കാണാൻ വേണ്ടി വന്നിരിക്കല്ലടാ നീ, ഇവളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണോ നീ എന്നും ചോദിച്ചുകൊണ്ട് ദേവനെ കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. അനഘയുടെ കണ്ണീന്നും അപ്പം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ സ്ത്രീ പറയുന്നുണ്ട്, അത് പിന്നെ മേഡം, ആരാണ് അനഘയുടെ കുഞ്ഞിന്റെ അച്ഛനെന്നുള്ള കാര്യം ആർക്കും അറിയില്ല മേഡം. ഈ സാറിന്റെ ഫോട്ടോ അവിടെ കണ്ടെന്ന് പറഞ്ഞിട്ടാ എല്ലാരും പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കണ്ട, ഇത് ഞാനും മോനും സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിച്ചു, പക്ഷെ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ പോലും എന്നെ വിശ്വസിച്ചില്ലല്ലോ. എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്ന് പറയുമ്പോൾ, വേണടാ നീ ഒന്നുകൂടെ പറയണ്ട,
നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്നൊക്കെ പറയുമ്പോഴാണ് CCTV നടക്കുന്നത് ദേവേനി കാണുന്നത് കേട്ടോ. ദേവേനി പെട്ടെന്ന് CCTV ഓണാക്കാൻ പറയുന്നുണ്ട്. അവനത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ആ സമയത്ത് ആദിഷും ദേവയാനിയും അതെന്താണെന്ന് കാണുന്നുണ്ട് കേട്ടോ. കാരണം അബി വന്നിട്ട് ഇവളുടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ഇവളുടെ കവളത്തൊക്കെ ഇങ്ങനെ പിടിച്ച് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം CCTV പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ രണ്ടിനും കണ്ടിട്ടാണ് ദേവേനി ഓണാക്കാൻ പറഞ്ഞത്. അങ്ങനെ അബി വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടുപേരും കേൾക്കുന്നുണ്ട്. ഞാൻ ഈ കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം ഈ ലോകത്ത് മറ്റാരും അറിയില്ലടി, ആരും അവനെ സമ്മതിക്കുന്നില്ല. നിന്റെ കയ്യോ കാലോ ചലിച്ചാല് അപ്പ തീരും നീ, അതിനുള്ള ആളുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം CCTV റെക്കോർഡായിട്ടുണ്ട്. അതുപോലെ തന്നെ അബി അവളെ ഉപദ്രവിക്കാൻ പോകുന്നതും അവളുടെ കവളത്ത് പിടിച്ച് ഇതാക്കുന്നതും എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനേക്ക് സന്തോഷമാകുന്നുണ്ട്. അനയുടെ മനസ്സിലാണെങ്കിൽ ഒരുപാട് സന്തോഷമാവാണ്. കാരണം സത്യങ്ങളെ അറിഞ്ഞല്ലോ, അബി തന്നെ ഇങ്ങനെ ചെയ്ത കാര്യവും അബിയാണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യമൊക്കെ ഇവർ അറിഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ നമ്മുടെ അനഘയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായല്ലോ അമ്മയുടെ മോന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. അപ്പോഴേക്കും ദേവയാനി ഓർക്കാണ്, എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ ചെയ്തത്, എന്റെ മോനെ എന്നോട് ക്ഷമിക്കണം, ഈ അബി ഇത്തരക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല മോനെ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, എനിക്ക് ആദ്യം സംശയം തോന്നിയിരുന്നമേ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആരും അറിയാതെ ഒരു CCTV വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ പോലും അറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നേ. ഇവിടുത്തെ ഈ ചേച്ചിക്ക് മാത്രം അറിയുള്ളായിരുന്നു. അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റി. എന്തായാലും ഇത് വലിയൊരു തെളിവായിട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അബീനെ നമുക്ക് പൂട്ടാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവേനി അവനോട് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. ചന്തുമോളെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി, അതിന് ക്ഷമ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അനഘയോട് സംസാരിച്ചിട്ട് ദേവേനി പോകുന്നുണ്ട്. അനഘയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. തന്റെ മനസ്സുറപ്പിച്ച ആ രഹസ്യം എല്ലാവരും അറിഞ്ഞല്ലോ. അബിയാണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. വണ്ടിയിൽ കയറിയിട്ട് ദേവേനി പറയുന്നുണ്ട്, എന്തായാലും നയനമോളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. നിന്നെ നൊന്ത് പ്രസവിച്ച ഈ പെറ്റമ്മ പോലും നിന്നെ തള്ളിപ്പറഞ്ഞപ്പോ അവളായിരുന്നു നിന്നെ ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് ഒരിക്കലും നീ അവളെ കൈവിട്ട് കളയരുത് മോനെ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അമ്മേ ഞാൻ ഈ കാര്യം അവളോട് എങ്ങനെ പറയുന്നറിയാതെ വിഷമിച്ചിരിക്കായിരുന്നു. അപ്പ കിരണാണ് പറഞ്ഞത് അവളെല്ലാം അംഗീകരിക്കും പറയാനായിട്ട്. എങ്കിലും ഞാൻ മടിച്ചാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞപ്പോൾ തന്നെ അവൾ എന്നെ അംഗീകരിച്ചു. അവൾക്ക് എന്നെ വിശ്വാസമായിരുന്നു. ഒരിക്കലും ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ലെന്ന് തന്നെ അവൾ പറയുകയും ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് പ്രസന്റ് ചെയ്യണം. അങ്ങനെ അബിയുടെ കള്ളത്തരങ്ങൾ തെളിയട്ടെ എന്ന് ആദർശ് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ വരും അമ്മേ, അപ്പൊ മനസ്സിലായിക്കോളും ബാക്കി എല്ലാവർക്കും. അതാണല്ലോ ഏറ്റവും വലിയ തെളിവ്, അത് ആദ്യം വരട്ടെ എന്ന് ഓർത്തിരിക്കായിരുന്നു. എന്തായാലും ഈ ഒരു തെളിവ് തന്നെ എനിക്ക് ധാരാളമാണെന്ന് പറയാണ്. അങ്ങനെ അബിയാണെങ്കിൽ ആദർശിനെ ഇനി എങ്ങനെയൊക്കെ കരുവാരത്തേക്കാന്ന് ആലോചിച്ചിരിക്കാണ്. ഈ സമയത്ത് അനാമികയും അവിടെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ ഈ വാർത്ത പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ആദർശിന് എതിരെ എല്ലാവരും കൂടി ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും സന്ധ്യ സമയത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ആദർശും ദേവിയേയും കൂടി കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കാണ്, രണ്ടുപേരും കൂടി എങ്ങോട്ട് പോയതാ? മോന്റെ കൊച്ചിനെ കാണാൻ, മോന്റെ പെണ്ണുമ്പിള്ളെ ആദ്യ ഭാര്യയെ കാണാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ച് ദേവിയനെ കളിയാക്കുന്നുണ്ട്. അതെ, മോന്റെ ആദ്യ ഭാര്യത്തെ കാണാൻ തന്നെ പോയതാ ജലജെ. അത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആരെ കാണാൻ പോയതാണെന്ന് എന്നും പറഞ്ഞ് നമ്മുടെ ജലജക്കിട്ട് ഒന്ന് കുത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ ഒന്നിരിക്കണമെന്നും പറഞ്ഞിട്ട് ദേവേനി എല്ലാവരും വിളിക്കുകയാണ്. എല്ലാവരും ഹാളിൽ ഒന്നിരിക്കുമ്പോഴേക്കും ആദർശ് CCTV ഫുട്ടേജസ് ഒക്കെ പ്ലേ ചെയ്യാണ്. അപ്പോഴാണ് എല്ലാവരും കാണുന്നത് നമ്മുടെ അബി പോയിട്ട് ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നതും അവളുടെ കവളത്ത് പിടിച്ച് നിൽക്കുന്നതും എന്റെ മകളാണ് ചന്തമോളെന്നങ്ങനെ അറിഞ്ഞാല് നിന്നെ കൊന്നുകളെന്ന് പറഞ്ഞതും ശരീരം അങ്ങനെ ചലിപ്പിച്ചാല് നിന്നെ പിന്നെ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ആ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാം കാണുന്ന എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചാടി എഴുന്നേക്കുന്നുണ്ട്. അബിയുടെ നേരെ വന്നവനെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചവനെ കുറെ അടിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായോടാ ഞാൻ എന്താണ് ഒന്നും പ്രതികരിക്കായിരുന്നെന്ന്. ആദർശ തെറ്റിയെന്ന് പറഞ്ഞിട്ട് നീ എന്നെ കുറെ ഇളക്കി. എല്ലാവരോട് ചോദിച്ചു ഇതെന്താ ഇരട്ടത്താപ്പാണോന്ന്. ആദർശിനെ പുറത്താക്കാത്തത് എന്താണെന്നും എല്ലാവരും ചോദിച്ചു. പക്ഷെങ്കിലേ എനിക്കറിയായിരുന്നു ഇവൻ തെറ്റിയില്ലെന്ന്. അതുകൊണ്ടാ ഞാൻ ധൈര്യമായിട്ടിരുന്നത്. പിന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ ശിക്ഷ വിധിക്കാൻ ഓർത്തായിരുന്നത്. എന്തായാലും എല്ലാം അറിഞ്ഞല്ലോടാ. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറയണമെന്ന് ചോദിച്ച മുത്തശ്ശൻ വീണ്ടും അടിക്കുന്നുണ്ട്. ജലജി വന്നിട്ട് അവനെ കുറെ അടിക്കാണ്. നാണം കിട്ടവനെ, നീ എന്റെ മാനം കളഞ്ഞല്ലോടാ.
ഇത്രയും ദിവസം ഞാൻ സന്തോഷിച്ചിരിക്കായിരുന്നു, നീ അല്ല തെറ്റേന്ന് ഓർത്ത്. എന്നിട്ടിപ്പോ എല്ലാവരും മുമ്പിൽ നിന്നെ കരിവാർ തേച്ചിലിടാന്നൊക്കെ ജലജ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ജലജെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആദർശ് അങ്ങനെ ചെയ്യില്ലെന്ന്. നിനക്കായിരുന്നല്ലോ നിന്റെ മോനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ഇതോടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം നിനക്ക് മനസ്സിലായോ? ദേവേനി പറയാണ്, എങ്ങനെയുണ്ട് ജലജെ, നീ എന്നെ കുറെ കുത്തുവാക്കൊക്കെ പറഞ്ഞാലേ എന്റെ മോനെ വളർത്തിയതിലെ ഒരു ദോഷം വന്നിട്ടില്ല. നിന്റെ മോനാണ് പിഴച്ചു നടന്നത്. ഇപ്പൊ കണ്ടല്ലോ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. നവ്യമോക്ക് എന്തെങ്കിലും പറയണ്ടോന്നൊക്കെ ചോദിക്കാണ്. നവ്യ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, എന്തിനാ ആദർശിട്ടാ ഇപ്പൊ ഇതൊക്കെ കൊണ്ട് നവ്യേച്ചി കാണിച്ചത്? നവ്യേച്ചി ഇങ്ങോട്ടേക്ക് വന്നാലേ ഉള്ളൂ, പാവം എന്തുമാത്രം വിഷമത്തിലായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശി പറയാണ്, എന്തായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ നയനെ, മറച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പൊ ജലജെ പെട്ടിയും കിടക്കൊക്കെ എടുത്തോണ്ടേ മോന്റെ കൂടെ അങ്ങ് ഇറങ്ങിക്കോ. ഇവന് നീ എന്റെ കമ്പനിയിൽ ജോലിയില്ല, എവിടെ ഒരു സ്ഥാനമില്ല. എവിടെയാണോ നീയൊക്കെ വന്നത് അങ്ങോട്ടേക്കാണ് തിരിച്ചു വെക്കോ എന്ന് പറയുന്നുണ്ട്. എന്റെ കമ്പനിയുടെ പേരും പ്രശസ്തിയും എന്റെ വീടിന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാ സൽപ്പേരും നശിപ്പിച്ച് രണ്ടുപേരും ഇവിടെ നിൽക്കണ്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പോയി മുത്തശ്ശന്റെ കാല് പിടിക്കുന്നുണ്ട്. മുത്തശ്ശ, അച്ഛ ഞാൻ എവിടെ പോവാനാ അച്ഛ? അച്ഛന്റെ മോളല്ലേ ഞാന്, ഇങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടെ എന്നെ ഇറക്കി വിടുന്നാണോ അച്ഛൻ ശരിയെന്നൊക്കെ ചോദിച്ച് കാല് പിടിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട് അബിയോട്, എടാ എന്നിട്ട് നീ കണ്ടില്ലേ അവനൊരു മൈൻഡ് പോലും ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവനൊന്ന് കാല പിടിക്കാണ്. മുത്തശ്ശ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാ. 5 വർഷം മുമ്പ് ഈ അനഘയെ ഞാൻ സ്നേഹിച്ചതായിരുന്നു. ആ സമയത്ത് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഞാൻ സ്വീകരിക്കാന്നൊക്കെ പറഞ്ഞപ്പോ വേണ്ടെന്നും പറഞ്ഞ് അവൾ തന്നെ ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം പിന്നെ ഇപ്പോഴാ വരുന്നത്. നവയില് എനിക്കൊരു കുഞ്ഞുണ്ടായല്ലോ, അപ്പൊ അവക്ക് ഒരു വിഷമമാണെന്ന് കരുതിയിട്ടാ ഞാനിത് മറച്ചു വെച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കാണ്, ഓഹോ അതുകൊണ്ടായിരിക്കും അല്ലേ എല്ലാ തെറ്റും നീ ആദർശന്റെ പേരിലേക്ക് ഇട്ടത്? അപ്പൊ നിന്റെ സമാധാന കിടക്ക് മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അങ്ങനെയാണെങ്കിലേ ഇത് നീ ആരുടെയും അല്ലെന്ന് നീ തെളിയിക്കണമായിരുന്നു. പക്ഷെങ്കിൽ അതല്ലാതെ ആദർശന് വലിയ പഴയറിഞ്ഞ് ശ്രമിച്ചല്ലോ. അവൻ ഇത് അറിഞ്ഞിട്ട് അവന് തന്നെ സംഭവിച്ചിരുന്നെങ്കിലോ ഇവർ തമ്മിൽ വേറെ പിരിഞ്ഞിരുന്നെങ്കിലോ എന്ന് ഓർത്തു വയ്ക്കേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കേണ്ടതേ ഞാനല്ല, നിന്റെ ഭാര്യ നിന്നോട് ക്ഷമിച്ചാൽ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അബി ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നുണ്ട്. എല്ലാരും കൂടി അബിയെ കുറെ പഴിചാരുകയും കുറെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ചന്തമോളെ നയന അടുത്ത് നിൽപ്പുണ്ട്. നയനെ പറയാണ്, ഈ ചന്തമോളെ ഇത്രയും ദിവസമായിട്ട് നോക്കിയിട്ട് പോലും ഇല്ല. എന്നിട്ട് അവള് ഒച്ച വെച്ചപ്പോഴൊക്കെ എന്തൊരു ദേഷ്യമായിരുന്നു. പാവം ഈ കുഞ്ഞിനെ പോലും ഇവൻ അപായപ്പെടുത്തിയേനെ എന്നൊക്കെ നയനെ പറയുന്നുണ്ട്. എന്റെ പൊന്നു മുത്തശ്ശ, ഇവനെ ഇനി വെറുതെ ഇടാൻ പാടില്ല. ഈ കുഞ്ഞിനെ മാത്രമല്ല, നവീച്ചയ്ക്ക് ഇപ്പോൾ ഉണ്ടായ കുഞ്ഞിനെ പോലും ഇവന് യാതൊരു സ്നേഹമില്ല. രണ്ടുപേരെയും അപായപ്പെടുത്താൻ പോലും ഇവൻ മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അഭി പറയാണ്, ഇല്ല മുത്തശ്ശ, എന്റെ തെറ്റുകളില്ലെങ്കിൽ മനസ്സിലായി. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റൊന്നും ചെയ്യില്ല മുത്തശ്ശ. ഞാൻ നവിയോട് സംസാരിക്കാം, നവി എന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നവി ഇറങ്ങിട്ട് പറയുന്നുണ്ട്, വേണ്ട, ഇനി അഭി ഈ വീട്ടിൽ വേണ്ട. എന്നെ നോക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇവിടെ മുത്തശ്ശനും മാതൃശ്ശനും ഒക്കെ ഉണ്ട്. 10 തലമുറക്കുള്ള സ്വത്തുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാം. എന്റെ മകന് ഇങ്ങനൊരു അച്ഛനെ വേണ്ട എന്ന് പറയുന്നുണ്ട്. അബി ഒന്ന് നവിയുടെ കാല് പിടിക്കാണ്. നവി അങ്ങനെ പറയരുത്, ഞാൻ എവിടെ പോകാനാ, എനിക്ക് അറിയാതെ സംഭവിച്ചു പോയതാ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴൊന്നും അല്ല, 5 വർഷം മുമ്പുള്ള കാര്യമായത്. അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിക്കല്ലെന്ന് പറയുന്നുണ്ട്. വേണടാ, കഴിഞ്ഞ 3-4 മാസമായിട്ട് തന്നെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. നീ കാണിച്ച സ്നേഹമെല്ലാം വേറെ അഭിനയമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇങ്ങനൊരു കള്ളനെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് മിണ്ടാതെ പോയിക്കോ ഇവിടുന്ന്. മുത്തശ്ശൻ പറഞ്ഞ കേട്ടല്ലോ, ഇനി എന്റെ തീരുമാനമായിരിക്കും നിന്റെ ജീവിതം. അതുകൊണ്ട് ഇവിടെ ഇറങ്ങി പോയിക്കോ എന്ന് നവി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടല്ലോ, അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്തമോൾ ഓടിപ്പോയിട്ട് അവിടെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അഭി മനസ്സിലൊരുക്കാണ്, ഇത് തന്നെ നല്ല അവസരം, ഈ കൊച്ചിനെ വെച്ചൊന്ന് ഡ്രാമ കളിക്കാന്ന് പറഞ്ഞിട്ട് മോളെ എന്നും പറഞ്ഞിട്ട് ചന്തമോളെ കോരെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അച്ഛന് ഈ വീട് നിരക്കിയിട്ട് മോളെ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്നും പറഞ്ഞിട്ട് ചന്തമോളെ കൊണ്ട് പോകാനിരുന്നാണ്. നയനെ ചോദിക്കുന്നുണ്ട്, അല്ല ചന്തമോളെ കൊണ്ട് അഭി എങ്ങോട്ടാ പോന്നേ? ചന്തമോളെ കൊണ്ടാൻ പറ്റില്ല. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇത് എന്റെ ചോറിൽ പിറന്ന എന്റെ കുഞ്ഞാ, ഇവളെ എവിടെ കൊണ്ടുവന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇല്ല, അത് ഞാൻ ഇവിടെ ദത്തെടുത്ത് കൊണ്ടുവന്ന കുഞ്ഞാണ്. അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, മുത്തശ്ശ, ഇത് എനിക്ക് ജനിച്ച എന്റെ കുഞ്ഞാ, ഇവിടെ നോക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ചന്തമോളും ഇവിടുന്ന് പോവാണെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെ പ്ലാനിങ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോഴേക്കും നവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നവിയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്,
അബി ചന്ദമോളെ കൊണ്ട് പോവാണ്, എന്താണ് നിന്റെ അഭിപ്രായം? അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ ചന്ദമോൾ ഇവിടെ നിൽക്കട്ടെ, ഇവന്റെ കൂടെ പോയാലേ ആ കുട്ടിയെ കൊണ്ട് ഇവൻ എവിടെയും കൊണ്ട് കളയും, അല്ലെങ്കിൽ അനാഥാലയത്തിലാക്കും, എന്നിട്ട് ഇവൻ ഏതെങ്കിലും പെമ്പിള്ളാരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കും. അതുകൊണ്ട് ചന്ദമോളെ കൊടുത്തുവിടരുതെന്ന് പറയുന്നുണ്ട്. അബി പറയുന്നുണ്ട്, ഇല്ല നവ്യേ, ഇത് എന്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം, ഞാൻ ഇവിടെ പോവാന്നൊക്കെ പറയുമ്പം നവിയുടെ മനസ്സ് മാറുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ അബിയുടെ ലക്ഷ്യം. അബി അതിൽ വിജയിച്ചിട്ടോ. നവി പറയാണ്, മുത്തശ്ശ ഇത്തവണത്തേക്ക് കൂടി മാത്രം ഇവരോട് ക്ഷമിക്കാം, എന്തായാലും എനിക്ക് പറ്റിപ്പോയ വലിയ അബദ്ധമാണ് അബി. അബിക്ക് ഇപ്പോഴും സ്ത്രീകളുടെ ബന്ധമുണ്ടെന്നൊക്കെ എനിക്കറിയാം, എല്ലാം ക്ഷമിച്ച് സഹിച്ചും ഞാൻ ജീവിക്കായിരുന്നു. ഇനിയിപ്പോ എനിക്ക് യാതൊരു നിവൃത്തിയില്ലല്ലോ മുത്തശ്ശ, അതുകൊണ്ട് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ തയ്യാറാ. പക്ഷെങ്കിൽ ഇതിവന്റെ അവസാനത്തെ കളിയായിരിക്കണം. ഇനി മേലെ ഇവന് ആരോടും ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവന് സ്ഥാനക്കയറ്റോ ശമ്പളക്കയറ്റോ ഒന്നും കൊടുക്കരുത്. ഇതുപോലെ തന്നെ കൂലിക്കാരനായിട്ട് അവിടെ തുടരട്ടെ എന്ന് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നവ്യ കയറി പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയാണ്, നിന്റെ ഭാര്യ കാരണം നീ ഇപ്പൊ രക്ഷപ്പെട്ടോ, നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഒരിക്കലെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായ പിന്നെ നിന്റെ സ്ഥിതി അതോ ഗതിയായിരിക്കും, നേരെ ഞാൻ ജയിലിലേക്കായിരിക്കും പറഞ്ഞയക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്.